Hello kutees, welcome back to Xylem Learning. It's me Anurekna, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നമ്മളെ വോളിയം എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ വോളിയത്തിന്റെ അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, വോളിയത്തിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മെയിൻ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാ വോളിയത്തിന്റെ ഈ ഒരു ചോദ്യം എന്റെ മക്കള് വിട്ടേക്കാൻ പാടില്ല. ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം പഠിക്കുക കേട്ടോ. അപ്പൊ എന്താണ് നമ്മളെ ചോദ്യം എന്ന് വായിച്ചു നോക്കിക്കേടാ. ചതുരാകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്കിന്റെ അകത്തെ അളവുകൾ 70 സെന്റിമീറ്റർ, 80 സെന്റിമീറ്റർ, 90 സെന്റിമീറ്റർ വീതമാണ്. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദ്യം. ഒരിക്കലും നമ്മളോട് ചോദിച്ചത് ആ ഒരു ടാങ്കിന്റെ വോളിയം ആയിരുന്നില്ല, എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം എന്തായാലും ഈ ഒരു വാട്ടർ ടാങ്കിന്റെ നീളവും വീതിയും ഉയരവും അല്ലെ, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വോളിയം കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ഈ വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുള്ളൂ എന്ന് നമ്മൾ കൊള്ളുള്ളൂ എന്ന് പറഞ്ഞൂടെ അല്ലെ, കൊള്ളൂ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു പ്രോബ്ലം, ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാട്ടർ ടാങ്ക് ഒന്ന് ഇമാജിൻ ചെയ്യാം എന്റെ കുട്ടികൾ കേട്ടോ. ഒരു വാട്ടർ ടാങ്ക് ഇമാജിൻ ചെയ്യാം. അതിന്റെ നീളം, ലെങ്ത് എന്ന് പറഞ്ഞാൽ 70 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 80 ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാല് 90 ആണ്. ഇത് നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാല് 70 ആണ്, 70 ഇൻറ്റു 80 ഇൻറ്റു 90 എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യുക, നിങ്ങൾ സീറോസിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ 7 ഇൻറ്റു 8, 8 56 അല്ലെ, 56ഉം 2 സീറോയും കൂടെ ആഡ് ചെയ്താൽ 70ഉം 80ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന് സമമായി. ആദ്യം 7 8 മൾട്ടിപ്ലൈ ചെയ്തു, 56 എഴുതി, ദെൻ 2 സീറോ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിനെ ഇനി എന്ത് ചെയ്യണം, നിങ്ങൾ 90 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ നിങ്ങൾ 56നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 3 സീറോസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ 56നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്റെ കുട്ടികൾക്ക് 504 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ 504ഉം അതിന്റെ കൂടെ 3 സീറോസും വരും. അപ്പൊ എത്രയായി ഇപ്പൊ? 1 10 100 1000 10000 ലക്ഷമായി അല്ലെ. 5,04,000 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഈ 5,04,000 എന്ന് പറഞ്ഞത് ഈ ഒരു വാട്ടർ ടാങ്കിന്റെ വോളിയം ആണ്, സെന്റിമീറ്റർ ക്യൂബ് ആണ് കിട്ടിയത്. ബട്ട് നമ്മളോട് ചോദിച്ച ചോദ്യം അതല്ല. നമ്മളോട് ചോദിച്ചത് ഇതിൽ എത്ര വെള്ളം കൊള്ളുമെന്നാ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 1 ലിറ്റർ എന്ന് പറഞ്ഞാല് എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആണ് എന്നുള്ള യൂണിറ്റ് നിങ്ങൾ മറന്നു പോവാതിരിക്കുക. യെസ്, അപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ് 1000 സെന്റിമീറ്റർ ക്യൂബിലെ അല്ലെങ്കിൽ 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത് അല്ലെ. 1 ലിറ്റർ 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇവിടെ കിട്ടിയത് 5,04,000 അല്ലെ. 5,04,000 ക്യൂബിക് സെന്റിമീറ്റർ എത്ര ലിറ്റർ ആണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. എടാ ഒന്ന് വേഗം മനസ്സിലാക്കാൻ പറ്റും. 5,04,000 ക്യൂബിക് സെന്റിമീറ്റർ. ഒന്ന് നോക്കിക്കേ, 1000 ക്യൂബിക് സെന്റിമീറ്റർ 1 ലിറ്ററാ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 5,04,000 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആയിരിക്കും? എത്ര ലിറ്റർ ആയിരിക്കും? യെസ്, ഓഫ് കോഴ്സ് അത് എന്ത് ചെയ്താൽ മതി, ഇതിനകത്ത് നിങ്ങൾ 1000 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്റെ മക്കൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 504 ലിറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ 504 ലിറ്റർ ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ എന്താക്കുക, നോട്ട് ചെയ്ത് വെച്ചോളാം, ഉറപ്പിച്ച് വെച്ചോളാം. അതുപോലെ തന്നെ കൂടെ നമ്മളെ ബോർഡിൽ കാണുന്ന ഒരു ചോദ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ എന്റെ മക്കള് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ആ യൂണിറ്റുകളെയും ലിറ്ററിനെയൊക്കെ മാറ്റാൻ എന്റെ മക്കൾ പഠിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ എന്തായാലും ബോർഡിൽ കാണുന്ന ചോദ്യത്തിന്റെ ആൻസർ എന്റെ മക്കളെ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അതിന്റെ ഉത്തരം അറിയിക്കുക കേട്ടോ. അപ്പൊ മിസ് എന്തായാലും നിങ്ങൾ ആൻസറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും അടുത്തൊരു വമ്പ ചോദ്യമായിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.